എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജഡായു എർത്ത് സെന്ററിലാണ്. അതിലെ കാഴ്ചകളാണ് കാണുന്നത്. ഇത് കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ ജഡായു എർത്ത് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ജഡായു ടിക്കറ്റ് സെന്ററാണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എൻട്രൻസ് ഫീസും കേബിൾ കാർ ഉൾപ്പെടെ നമുക്ക് 500 രൂപയ്ക്കാണ് ഇപ്പം ഫീസ് ഈടാക്കുന്നത്. നമ്മൾ ഇവിടുന്ന് താഴെ നിന്ന് നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരെ മുകളിലോട്ട് സെക്കൻഡ് ഫ്ലോറിലോട്ടാണ് പോകുന്നത്. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ സേഫ്റ്റി മെഷറിങ്, അതുപോലെ ഉള്ള സ്കാനിങ് മെഷീനറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ നമ്മൾ കടത്തിവിട്ടാണ് നമ്മൾ ഇതിലോട്ട് കയറ്റുന്നത്. അപ്പോൾ ആ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്ന ശേഷം നേരെ നമ്മൾ വരുന്നത് കേബിൾ കാർ വന്ന് നിൽക്കുന്ന ഒരു ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഈ കാണുന്നത് കേബിൾ കാർ വരുന്ന ഒരു സ്റ്റേഷനാണ് ഇത് കാണുന്നത്. ഒരു കേബിൾ കാർ 4 എണ്ണം കൂടി ചേർന്നാണ് ഒരു കേബിൾ കാറിന്റെ യൂണിറ്റ് വരുന്നത്. ഇപ്പൊ 4 എണ്ണം കൂടുന്ന ഒരു കേബിൾ കാറിന്റെ ഒരു സെറ്റാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കേബിൾ കാറിൽ നമുക്ക് 6 പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മുടെ സ്റ്റേഷനിൽ പാരലായിട്ട് വന്ന് നിൽക്കുക. നമുക്ക് അതിനുള്ളിൽ കയറുകയും ഇത് സ്റ്റോപ്പ് ചെയ്തില്ല, ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇത് സ്റ്റോപ്പ് ചെയ്തില്ല. വരുന്നപ്പോൾ ഒരു സ്ലോയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ വരുന്ന ഇതിൽ തന്നെ നമ്മൾ കയറുക, സേഫാണ്. നമ്മളതിൽ കയറി എല്ലാവരും നമ്മളിപ്പോൾ യാത്ര മുകളിലോട്ട് തിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കയറിയ കേബിൾ കാർ മുന്നോട്ട് പോവുകയാണ്. താഴെ വൃക്ഷങ്ങളും അതുപോലെ വലിയ പാറക്കെട്ടുകളും ഒക്കെ നമുക്ക് സൈഡിൽ കൂടെ കാണാവുന്നതാണ്. ചിലതൊക്കെ നമ്മൾ തൊട്ടിലെന്ന രീതിയിലാണ് ഇപ്പം താഴേന്ന് മേലോട്ട് പോകുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ തൊട്ട് മുന്നിലുള്ള കേബിൾ കാറിലെ ആളുകളെയൊക്കെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ പറ്റും. കേബിൾ കാറിന്റെ സൈഡിലൂടെ നോക്കുമ്പോൾ വളരെ കൂറ്റൻ പാറകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡ് മൊത്തം പച്ചപ്പും വലിയ വലിയ പാറകളും. ഈ ചടയമംഗലം എന്ന് പറഞ്ഞ ഒരു കൂട്ടം പാറകളുടെ മുകളിലാണ് ഈ ഒരു ശില്പം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നോക്കിയാലും പാറക്കെട്ടുകളാണ്. ഈ കേബിൾ കാർ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നില്ല. മറ്റു വാഹനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ കണ്ടിന്യൂ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേബിൾ കാർ ഈ കേബിളിൽ ഫിക്സഡ് ആണ്. അപ്പൊ നമ്മുടെ കേബിൾ കാർ ഇപ്പൊ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്തെ കേബിളിലൂടെ ഒരു സെറ്റ് കേബിൾ കാർ താഴോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നത്. 2 സ്റ്റേഷനിലായിട്ടാണ് വലിയ റോപ്പ് ഉപയോഗിച്ച് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പൊ നമ്മളിപ്പോ മുന്നോട്ട് പൊക്കോണ്ടിരിക്കും. ജഡായുവിന്റെ മുൾവശത്തേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. പോകുന്ന വഴിക്ക് 2 സൈഡിലുമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ജഡായു ശില്പം നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 അടി ഉയരത്തിലാണ് ഈ ശില്പം നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ജഡായുവിന്റെ അടുത്തിപ്പോ എത്താറായിട്ടുണ്ട്. അതുപോലെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്റ്റെപ്പിലൂടെ വേണമെങ്കിൽ നമുക്ക് നടന്നു വേണമെങ്കിലും ജഡായുവിന്റെ മുകളിൽ എത്താവുന്നതാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ കേബിൾ കാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത്രയും നടന്ന് മുകളിൽ എത്താൻ വേണ്ടി ഒത്തിരിയും കഷ്ടപ്പെടേണ്ടി വരും. ഈ ലെഫ്റ്റിലൂടെ കാണുന്ന അതായത് പാറ വെട്ടി എടുത്തേക്കുന്ന സ്റ്റെപ്പുകളാണ് ഇപ്പൊ പടികളാണ് കാണുന്നത്. ഈ പടിയിലൂടെ കയറി വേണമെങ്കിലും നമുക്ക് ജഡായുവിന്റെ മുകൾ വശത്ത് എത്താവുന്നതാണ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കേബിൾ കാറാണ് നമുക്കിപ്പോ ഏറ്റവും അടുത്ത് ലഭ്യമായിരിക്കുന്നത്. അപ്പൊ എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്യാനാണ് ഓൾമോസ്റ്റ് ആൾക്കാരും നമ്മൾ നോക്കുന്നത്. ഈ ഒരു എക്സ്പീരിയൻസ് എല്ലാവരും ഈ കേബിൾ കാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു തവണ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഏറ്റവും മുകളിൽ നമ്മൾ എത്താറായിട്ടുണ്ട്. അപ്പൊ അതിലെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. കൊല്ലം ജില്ലയുടെ എല്ലാ വശങ്ങളും നമുക്ക് ഈ ടോപ്പില് മുകൾവശത്ത് എത്താറാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ ടൂറിസ്റ്റ് പ്ലേസിന് ആവശ്യമായുള്ള ജലം സംഭരിച്ചു വെച്ചിരിക്കുന്നത് ഈ പാറക്കെട്ടുകളുടെ വലിയൊരു ജലസംഭരണി തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇത്രയും വലിയൊരു പാറക്കെട്ടുകൾ തുറന്ന് അതിലെ ജലം സംഭരിച്ചു വെക്കുക എന്നുള്ളത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നമുക്കത് പല സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ ജഡായുവിന്റെ അടുത്ത് എത്തിയിരിക്കുന്ന ഈ ഒരു പടിക്കെട്ടിലൂടെയാണ് നമ്മൾ ജഡായുവിനെ കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ നേരെ നടന്ന് മുകളിലെത്തിയിരിക്കുകയാണ്. ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയൊരു പശു ശില്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് രാജീവ് അഞ്ചലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഇതിന്റെ നീളം വരുന്നത് 20 ഫീറ്റും വീതി വരുന്നത് 150 ഫീറ്റും ഹൈറ്റ് വരുന്നത് 70 ഫീറ്റുമാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഏരിയ വന്നിരിക്കുന്നത് 1500 സ്ക്വയർ ഫീറ്റ് ആണ്. ഇത് ഈ പാറയുടെ മുകളിലുള്ള വേൾഡിലെ ഏറ്റവും വലിയൊരു പക്ഷിശില്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലെ ഓരോ പക്ഷികളിലെ ചെറുകളായാലും എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ ഇവിടെ നോക്കിയാൽ കൊല്ലം ജില്ലയിലെ ഭൂരിപക്ഷം സ്ഥലങ്ങളും നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായി കാണാൻ പറ്റുന്നതാണ്. ഏകദേശം 1200 അടി മുകളിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അവിടെ നോക്കുമ്പോൾ തന്നെ കേബിൾ കാറിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ടവറുകളൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. മനോഹരമായി കേബിൾ കാർ താഴെ നിന്ന് മുകളിലോട്ട് കയറി വരുന്ന കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഇത്ര ഉയരത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ അതുപോലെ നല്ല കാറ്റും കാര്യങ്ങളും ഭയങ്കരമായിട്ടുള്ള കാറ്റാണ് ഇവിടെ അടിക്കുന്നത്. വളരെ മഴയുള്ളപ്പോഴും അതുപോലെ ഇടിമിന്നലുള്ളപ്പോഴൊക്കെയാണ് കേബിൾ കാറും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. ആ സമയങ്ങളിലൊക്കെ ഈ സൈഡിൽ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെ കാണാൻ പറ്റാവുന്ന ഒരു സ്ഥിതിയല്ലായിരിക്കും നമുക്ക്. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക അവര്. അപ്പൊ മാക്സിമം വരുന്നത് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ ജടായു പാറ കാണാൻ വരേണ്ടത്. രാമായണത്തിലെ ജടായുവിന്റെ കഥയുടെ പേരിലാണ് ഈ സ്ഥലം ഓർമ്മിക്കപ്പെടുന്നത്. സീതാദേവിയെ സന്യാസി വേഷം ധരിച്ചെത്തിയ ലങ്കാധിപതി രാവണൻ കടത്തിക്കൊണ്ടുപോകുന്നതിനിടയിലാണ് സൂര്യതേരാളിയായ അരുണന്റെ പുത്രനായ ജടായു എന്ന പക്ഷി ശ്രേഷ്ഠന്റെ രംഗപ്രവേശം. കുട്ടിക്കാലത്ത് മത്സരപ്പറക്കലിൽ സൂര്യന്റെ ഉഗ്രതാപത്തിൽപ്പെട്ട അനുജനെ രക്ഷിക്കാൻ സ്നേഹച്ചിറകുകൾ കൊണ്ട് പൊതിഞ്ഞ് രക്ഷപ്പെടുത്തി സ്വയ വൈകല്യം സ്വീകരിച്ച് പറക്കാൻ ശേഷി നഷ്ടപ്പെട്ട സമ്പാദിയുടെ അനുജനായിരുന്നു ധർമ്മബോധത്തിന്റെ അത്യുത്കൃഷ്ട മാതൃകയായ ജടായു. ആകാശമാർഗത്തിൽ സീതയെ കടത്തിക്കൊണ്ടുപോയ രാവണനെ ഭീമാകാരമായ തന്റെ ചിറകുകൾ ഉയർത്തി ജടായു നേരിട്ടു. അതിശക്തനായ ദശമുഖ രാവണനാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ചെറുത്തുനിൽപ്പ്. സീത എന്ന സ്ത്രീത്വത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിലുള്ള സ്വാഭാവിക പ്രതികരണമായിരുന്നു അത്. അതിശക്തമായ യുദ്ധത്തിനൊടുവിൽ രാവണന്റെ ചന്ദ്രഹാസ പ്രഹരമേറ്റ് ജടായു ഇടത് ചിറകറ്റ് ഭൂമിയിൽ പതിച്ചു. എന്നാൽ പക്ഷം മുറിഞ്ഞെറ്റ് വീണ ജടായുവിനെ സീത അനുഗ്രഹിച്ചു. രാമൻ വരുന്നത് വരെ ജീവൻ നിലനിർത്താനാകുമെന്നും ജീവജലത്തിനായി ഗംഗാദേവി അടുത്തെത്തുമെന്നും പറഞ്ഞു. ആ ഐതിഹ്യത്തിന്റെ പേരിലാണ് ജടായു പാറ ഏറെ പ്രശസ്തമാകുന്നത്. പ്രശസ്ത ചലച്ചിത്രകാരനും വിഖ്യാത ശില്പിയുമായ രാജീവ് അഞ്ചൽ ഒരു പതിറ്റാണ്ടിലേറെ നടത്തിയ സമർപ്പണത്തിലൂടെയാണ് ജടായു ശില്പം യാഥാർത്ഥ്യമായത്. സമുദ്രനിരപ്പിൽ നിന്നും ജഡായു കഥകളൊക്കെ എല്ലാവരും കേട്ടല്ലോ. അപ്പൊ ഇപ്പം ജഡായുവിന്റെ ഉൾവശത്തേക്ക് ഇപ്പം പ്രവേശനമില്ല. അവിടെ 6D ആംബിയന്റ് തിയേറ്ററിന്റെ വർക്കുകളൊക്കെ നടക്കുന്ന കാരണം ഇപ്പൊ നമുക്കുള്ളിലേക്ക് പ്രവേശനമില്ല. അതൊക്കെ ഇനി കംപ്ലീറ്റ് ആയ ശേഷം മാത്രമേ എനിക്ക് ഉള്ളിലോട്ട് പ്രവേശനമുള്ളൂ. ഇതിന്റെ ഓരോ കോണിൽ നിൽക്കുമ്പോഴും ആ ശില്പത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങളാണ്. അപ്പൊ പല ആൾക്കാരും പലരും പല കോണുകളിൽ നിന്നായിട്ട് ധാരാളം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ധാരാളം തണൽ കിട്ടുന്ന ധാരാളം സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ഓപ്പൺ തിയേറ്ററിന്റെ ഓപ്പൺ തിയേറ്റർ ആണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ക്ഷേത്രം ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അവിടെയാണ് നമ്മുടെ ശ്രീരാമന്റെ പാദം ഈ പാറയിൽ പതിഞ്ഞേക്കുന്ന രൂപങ്ങൾ ഇത് കാണാൻ പോകുന്നത്. ഇത് കാണുന്നത് നമ്മുടെ ശ്രീരാമന്റെ പാദമാണ് കാണുന്നത്. ഇത് വളരെ ചില്ലുകൂട്ടിലൊക്കെ വളരെ മനോഹരമായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ജഡായുവിന്റെ ശാപമോഷം വന്ന ആ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ മനോഹരമായ രീതിയിലാണ് അവര് അറേഞ്ച് ചെയ്ത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം പണ്ടുകാലം മുതൽ ഈ ഒരു പാറയുടെ മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ പക്ഷി ശില്പം വന്നത്. ഈ പ്രോജക്റ്റുമായിട്ട് അത് വന്നപ്പം ഈ ഒരു ക്ഷേത്രം ഇവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ധാരാളം ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അതിലെ ക്ഷേത്രത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഈ ഒരു മാർബിൾ ഫലകത്തിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നുണ്ട്.
പണ്ടാണെങ്കിൽ ചെറിയൊരു ക്ഷേത്രമായിരുന്നു. ഇപ്പൊ ഈ പ്രോജക്റ്റിന്റെ ഫലമായിട്ട് വളരെ മനോഹരമായിട്ട് രീതിയിലാണ് ക്ഷേത്രം മനോഹരമായ രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലോട്ട് കടക്കണമെങ്കിൽ നമ്മൾ പുറത്തൊരു എൻട്രി കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മൾ ചെരുപ്പുകളൊക്കെ ഊരി വെച്ചിട്ട് വേണം ഈ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലേക്ക് വരാനും. അതുപോലെ ധാരാളം കുരങ്ങുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിന്റെ പരിസരം. അപ്പൊ അവിടെ കുരങ്ങുകൾക്ക് ചോറൂണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്. ധാരാളം ആൾക്കാർ വന്ന് കാണുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടെ. ഇപ്പൊ നമ്മള് ഈ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ജഡായു ശില്പം കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇതിനും പതുക്കെ നമ്മള് താഴേക്ക് ഇനി പോവുകയാണ്. നമുക്കിനി താഴോട്ട് പോകാൻ വേണ്ടി വീണ്ടും നമ്മൾ കേബിൾ കാറിലോട്ട് വീണ്ടും കയറുകയാണ്. അങ്ങനെ ജഡായുവിന്റെ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം കണ്ട ശേഷം നമ്മൾ ഈ കേബിൾ കാറിലൂടെ നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇവിടെ വന്നവർക്കൊക്കെ വളരെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മളിനി പോകുന്നത് ഈ ഒരു റോപ്പ് ഇറങ്ങി കഴിയുമ്പോൾ താഴെ ബിൽഡിംഗ് ഉണ്ട്. അവിടെ നമുക്ക് കുറച്ച് റിഫ്രഷ്മെന്റ് കാര്യങ്ങളൊക്കെ ഉള്ള കൂൾ ബാറുകളും അതുപോലെ കുറച്ച് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കുട്ടികളുമായിട്ട് വരുന്നവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണത്. പിന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ. ജഡായു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും അഭിപ്രായങ്ങളും കമന്റുകളും ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി കൂടുതൽ വീഡിയോസുമായി കാണുന്നവരെല്ലാവർക്കും ബൈ.